ബഹുമാനരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചിട്ടയോടുകൂടി കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോടെ തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി നമ്മിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. ഈ ഒരു സമയത്ത് സാമൂഹികവും രാഷ്ട്രീയപരവും ആത്മീയവുമായ നമ്മുടെ കടമകളെ കുറിച്ച് നാം ചിന്തിക്കുകയും ബോധവാന്മാരാവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അമിതമായ ആത്മവിശ്വാസവും അതുപോലെ തന്നെ കടുത്ത നിരാശയും അത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ ആ വ്യക്തിയും ആ രാജ്യവും അതിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും വലിയ ദോഷം സംഭവിക്കും എന്നതാണ്. നമ്മുടെ രാജ്യത്തെ കുറിച്ച് കടുത്ത നിരാശ ഒരാൾക്കും വേണ്ടതില്ല. കാരണം കടുത്ത പരീക്ഷണ ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യം നിലനിൽക്കുന്നു എന്നത് ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലക്ക് ആശ്വാസമാണ്, അഭിമാനമാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപങ്ങൾ രൂക്ഷമായി അസ്ഥിരത ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ 77 വർഷത്തെ ചരിത്രത്തിൽ 30 വർഷത്തിലധികം അവിടെ ഭരണം നടത്തി നേരിട്ടുള്ള സൈനിക ഭരണകൂടങ്ങളാണ്. ഒരു പ്രധാനമന്ത്രിക്കും 5 വർഷം ഭരണകാലാവധി പൂർത്തിയാക്കാൻ അവിടെ സാധിച്ചില്ല എന്നുള്ളതും നമ്മൾ അറിയണം. അതുപോലെ തന്നെയാണ് മ്യാൻമറും ബംഗ്ലാദേശും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ആഭ്യന്തര കലാപങ്ങളുടെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമുക്ക് നല്ലതാണ്. എന്നാൽ അമിതമായ ആത്മവിശ്വാസവും വേണ്ടതില്ല. കാരണം നമ്മുടെ രാജ്യം കടുത്ത ഭീഷണികൾ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തുന്നു എന്നത് തന്നെയാണ്. ഇത് പ്രധാന അന്താരാഷ്ട്ര സൂചികകളിൽ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. 165 രാജ്യങ്ങളുടെ കണക്ക് പ്രകാരം ഹ്യൂമൻ ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 109ാമത്തെ സ്ഥാനത്താണ്. പത്രസ്വാതന്ത്ര്യം നമ്മൾ പറയാറുണ്ട്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 165ൽ 159ാമത്തെ രാജ്യമാണ് നമ്മൾ. ഡെവലപ്മെന്റിനെ കുറിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പറയുന്നത് 134ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ എന്നത്. എത്രമാത്രം പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇനി മത സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ആഗോള തലത്തിൽ തന്നെ പ്രത്യേകമായ നിരീക്ഷണത്തിലാണ് എന്നതാണ് കണക്ക്. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസത്തിനും ഇടയില്ല. യഥാർത്ഥത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളും ഇവിടെ അവഗണിക്കപ്പെടുന്നുണ്ട്. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ 85% ആളുകൾക്ക് തൊഴിലില്ലായ്മയാണ്. പട്ടിണിയെ കുറിച്ച് പറയുമ്പോൾ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 111ാം സ്ഥാനത്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വിദ്യാഭ്യാസമോ? ഇന്ത്യയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന, വളരെ ലളിതമായി മനസ്സിലാവും, ഇന്ത്യയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ
50% താഴെ വരുന്ന കുട്ടികൾക്ക് മാത്രമാണത്രേ 2ാം ക്ലാസ്സിലെ ലളിതമായ പാഠപുസ്തകങ്ങൾ പോലും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ഇനി ഇന്ത്യ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങൾ അതിനെ മുഴുവൻ ഒരു ഫെഡറൽ സ്വഭാവത്തിലേക്ക്, അതിന്റെ ഫെഡറൽ സ്വഭാവം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കൺകറന്റ് ലിസ്റ്റിൽ നിന്നും യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്ന, സംസ്ഥാനങ്ങളുടെ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. വിചാരണ തടവുകൾ, ഇന്ത്യൻ ജയിലുകളിലുള്ള മൊത്തം തടവുകാരിൽ 75% മുതൽ 77% വരെയുള്ള ആളുകൾ വിചാരണ തടവുകാരാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നു. അതുകൊണ്ട് അമിത ആത്മവിശ്വാസവും ഏതൊരു ആളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇന്ത്യയായി നിലനിൽക്കാൻ നാം പരിശ്രമിക്കണം, നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എന്നതാണ്. കാരണം മാതൃരാജ്യത്തോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുമ്പോൾ, ആ അതിർത്തി വിടുമ്പോ പ്രവാചകൻ തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട്, വലൗല അന്നി ഉഖ്രിജ്തു മാ ഖറജ്തു, എന്നെ പുറത്താക്കിയില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ജൂത ക്രിസ്ത്യാനികളോട് കരാറുണ്ടാക്കുന്നുണ്ട്. ആ കരാറിൽ അവരോട് പറയുന്നത് യഹൂദി ദീനഹും വൽ മുസ്ലിമീന ദീനഹും എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് ഇവിടെ അനുഷ്ഠിക്കേണ്ടത്, മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ മതവും, അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഉണ്ടാവുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി ഇസ്ലാമിന്റെ ആ സുന്ദരമായ കാര്യം പറയുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കാത്ത അവിശ്വാസികളോടുള്ള നിലപാട് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, അല്ലാഹു നിങ്ങളുടെ മതത്തിൽ വിരോധിച്ചിട്ടില്ല. ഏതൊരാളുടെ കാര്യത്തിൽ, മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ അകാരണമായി പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരോടും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, ആ മനുഷ്യരോട് ഏറ്റവും പുണ്യം പ്രവർത്തിക്കുന്ന നിങ്ങളായിരിക്കണം, നിങ്ങൾ അവരോട് നീതി കാണിക്കുകയും ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. ഇതൊരു മുസ്ലിമിന്റെ നിലപാടാണ്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ അവൻ കൈക്കൊള്ളേണ്ടുന്ന സമീപനമാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വിദ്വേഷ പ്രചാരണങ്ങൾ ഉണ്ടാകും, അതിനെ എങ്ങനെ നേരിടണം, അതിനോടുള്ള സമീപനം നിയമ വിധേയമായിരിക്കണം എന്നതാണ് ഈ ദിനങ്ങളിൽ നാം ഓർക്കേണ്ടത്. ഒരു രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പങ്ക് പ്രത്യേകമായി അതിൽ ശ്രദ്ധയുണ്ടാവണം. രാഷ്ട്രീയം എന്നുള്ളത് അഴുക്കുചാലാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതും രാഷ്ട്രീയത്തിൽ എന്തുമാകാമെന്ന് കരുതുന്നതും ഇസ്ലാമികമായി ശരിയല്ല. അരാഷ്ട്രീയവാദവും അവിശുദ്ധ രാഷ്ട്രീയവും വിശ്വാസികൾക്ക് ഭൂഷണമല്ല. എന്താണ് ചെയ്യാനുള്ളത്? നീതിയോടുകൂടി, വൃത്തിയോടുകൂടി, സുതാര്യമായി, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും മുഖവിലേക്കെടുക്കാനല്ല, ആരെയും തൃപ്തിപ്പെടുത്താനല്ല എന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക്. ഫൈദ അസംത് എന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ദൃഢമായി പരമേൽപ്പിക്കുകയും ചെയ്യുക. അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് ജീവിതത്തിൽ നിരാശ വേണ്ടതില്ല എന്ന്. കാരണം ആരൊക്കെ എന്തൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും എല്ലാ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്നവനാണ് റഹ്മാനായ റബ്ബ്. ഈസാ നബി അലൈഹിസ്സലാമെ അഭയപ്പെടുത്താൻ ശത്രുക്കൾ കുതന്ത്രം മെനഞ്ഞതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് സമ്പൂർണമായി പൊളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, അവർ
അവർ കുതന്ത്രം പ്രയോഗിച്ചു, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവൻ തന്നെയാകുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാൻ ഗൂഢാലോചനയുണ്ടായി. ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സംരക്ഷിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയംകുറുൻ, അവരൊക്കെ തന്ത്രം മെനഞ്ഞുകൊണ്ടിരുന്നു. വയംകുറുല്ലാഹ്, അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു. അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ. അല്ലാഹുവിനെ ദീനിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഏതൊരാളെയും അല്ലാഹു സംരക്ഷിക്കും. ആരുടെ തന്ത്രവും വിലപ്പോവുകയില്ല എന്ന ആത്മവിശ്വാസം വിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമുക്ക് നൽകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ആത്മവിശ്വാസമുള്ള, ഒരു ദൃഢവിശ്വാസമുള്ള മുഅ്മിനായി മാറുക? ഈ രാജ്യത്ത് ഏതൊരു നാട്ടിലും ജീവിക്കുമ്പോ ഒരു മനുഷ്യന്റെ 3 അവകാശങ്ങളുണ്ടാകും, 3 ആഗ്രഹങ്ങളുണ്ടാകും. ഒന്ന്, താൻ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു സ്വാധീനം, ജീവിക്കുവാനും തന്റെ അഭിമാനത്തെ സംരക്ഷിക്കുവാനുമുള്ള ഒരു അന്തരീക്ഷം. മറ്റൊന്ന്, താൻ ദൃഢമായി വിശ്വസിക്കുന്ന മതത്തിൽ ഒരു നിലനിൽപ്പ്. മറ്റൊന്ന്, ഭയമില്ലാതെ നിർഭയത്വത്തോടു കൂടി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഈ 3 ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു. റഹ്മാനായ റബ്ബ് അത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിതാ ഉറപ്പ് നൽകിയിരിക്കുന്നു, വാഗ്ദാനം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക്, അവർക്കാണ് വാഗ്ദാനം, അവർക്ക് മാത്രമാണ് വാഗ്ദാനം. അല്ലാത്തവർക്ക് അപമാനവും നിന്ദതയും മാത്രമായിരിക്കും. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച്, നമ്മുടെ നിലപാടുകളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അവരുടെ പൂർവികരായ ആളുകൾക്ക് ഈ ഭൂമിയിൽ നാം ഔന്നിത്യവും ഖിലാഫത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് നാം അവർക്കും നൽകുക തന്നെ ചെയ്യും, പ്രാതിനിധ്യം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള മതത്തെ അവർ ശരിയാവണ്ണം തൃപ്തിപ്പെടുന്നവരാണ് എങ്കിൽ ആ മതത്തിന് അല്ലാഹു അവർ ജീവിക്കുന്ന നാട്ടിൽ സ്വാധീനം നൽകുകയും ചെയ്യും. 3, അവരുടെ ഭയപ്പാടുകൾക്ക് ശേഷം നിർഭയത്വമുള്ള ഒരു ജീവിതത്തെ അവർക്ക് പകരമായി നൽകുകയും ചെയ്യും. പക്ഷേ റഹ്മാനായ റബ്ബ് തുടർന്നുകൊണ്ട് പറഞ്ഞു, അവർ എന്നെ മാത്രം ആരാധിക്കണം, പോരാ, യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ഇല്ലാതെ അവർ എന്നെ വിശ്വസിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യണം എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആര് തകർന്നു പോയോ, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ ആരാണോ സുജൂദ് ചെയ്യുന്നത്, അല്ലാഹു അല്ലാത്തവരോട് ആരാണോ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു നൽകുന്ന സഹായങ്ങളെ പോലെ സഹായം നൽകാൻ കഴിയുന്നവർ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ അല്ലാഹുവിന്റെ ഏതെങ്കിലും സൃഷ്ടിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആരാണോ ശിർക്ക് ചെയ്തത് അവൻ സ്വർഗം നിഷിദ്ധമായി, ദുനിയാവിലെ നിർഭയത്വം നിഷിദ്ധമായി, അവന്റെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തോടു കൂടി ലഭിക്കാത്ത വിധം അവൻ തടസ്സപ്പെടുത്തപ്പെടുന്നവനായി അല്ലാഹു കാക്കുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവൻ കഫറ ബഅദ ദാലിക്, ഇത് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും ഇതിൽ നിന്ന് പിന്മാറിപ്പോയാൽ, ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ഏറ്റവും വലിയ ധിക്കാരികൾ എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, നിർഭയമല്ലാത്ത ഒരു ജീവിതത്തെ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ നാം സ്വീകരിക്കണം. ഓർക്കുക, ആരും കൂടെയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്. നോക്കൂ നിങ്ങൾ, കടലിനും ശത്രു പടക്കും നടുവിൽ നിന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നിർഭയമായി എന്ന് പറഞ്ഞു, റബ്ബി ഇന്ന റബ്ബി സയഹ്ദീൻ. ശരി, ഇതൊരു പ്രശ്നമാണ്, ശത്രുക്കൾ പിന്നിലുണ്ട്, ആദ്രക്കുന്ന കടൽ മുന്നിലുണ്ട്, പക്ഷേ എന്റെ റഹ്മാനായ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. തീജ്വാലയുടെ നടുവിൽ നിന്നുകൊണ്ട് ആ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅ്മൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ മതി എന്ന് പറഞ്ഞ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ സംരക്ഷിച്ച അല്ലാഹു നമ്മുടെ
അല്ലേ? അവിടെ വിളിച്ചപേക്ഷിച്ചു പോയ അയ്യൂബ് നബി അലൈഹിസ്സലാമയെയും യൂനുസ് നബി അലൈഹിസ്സലാമയെയും സംരക്ഷിച്ച അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. സൗർ ഗുഹയിൽ വെച്ച് ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണുമ്പോ പേടിച്ചു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർഭയത്തോട് കൂടി പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അബ്രഹത്തിന്റെ പടയിൽ നിന്ന് കഅബയെ അബാബിൽ പക്ഷികളെ കൊണ്ട് സംരക്ഷിച്ച കഅബയുടെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്റെ ജീവിതം നിർഭയമായി മുന്നോട്ട് പോകാനുള്ള സുരക്ഷിതമായ വിശ്വാസവും ജീവിത വിശുദ്ധിയും നമ്മുടെ കൈമുതലായിട്ടുണ്ടോ എന്ന് ഏതൊരു സെക്കൻഡിലും നമ്മൾ ആലോചിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സുന്ദരമായി അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. 80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലയുടെ ഉത്തരവാദിത്വം അന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ പേരിലായിരുന്നു. എന്നാൽ 80 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ കാലിലും കയ്യിലും കഴുത്തിലും ബന്ധിച്ചിരിക്കുന്ന ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ ഉത്തരവാദിത്വം നാം ആരിലാണ് ആരോപിക്കുക? ഇന്ന് അതിർത്തി കടന്ന് വന്നുകൊണ്ടുള്ള കോളനി വൽക്കരണമല്ല നടക്കുന്നത്. യഥാർത്ഥത്തിൽ അതിർത്തിക്ക് അപ്പുറത്ത് ഇരുന്നു കൊണ്ട് തന്നെ മതപരമായും സാംസ്കാരികമായും നമ്മെ കീഴ്പ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ സാഹചര്യമാണ് ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഉള്ളത്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വേഷത്തെ, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മനോഭാവത്തെ എല്ലാം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അൽഗോരിതങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയും അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളും നമ്മെ സ്വാധീനിച്ചതിന്റെ ഒരു ബെൽറ്റിലാണ്, അതിന്റെ വൃത്തത്തിനുള്ളിലാണ് ഇന്ന് മനുഷ്യലോകം കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ സമൂഹം എന്നോട് പറയുന്ന നല്ല മുസ്ലിം ആവുക എന്നതാണ്. ദീനില്ലാതെ ദീനിന്റെ എല്ലാ അടയാളങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആവുക എന്നിടത്തേക്കാണ് ഇന്ന് സമൂഹം എത്തിയിട്ടുള്ളത്. ഒന്നുകൂടി കടന്ന് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുണ്ട്. ഇനി ഇസ്ലാമികമായി ജീവിക്കണമെങ്കിൽ വല്ല ഗുഹയിലും താമസിച്ചേ പറ്റൂ എന്നിടത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഉപദേശങ്ങൾ കളിയാക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പണി? സ്വന്തം തോന്നലുകൾക്ക് പിന്നാലെ പിറകു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലവിത്തബഅൽ ഹഖ്ഖു അഹ്വഅഹും. സത്യമെങ്ങാനും മനുഷ്യരുടെ ഇച്ഛകൾക്കനുസരിച്ച് അതിനെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ലഫസദത്തിസ് സമാവാതു വൽ അർദു വമൻ ഫീഹിന്ന, ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുള്ളത് മുഴുവൻ ഫസാദിലാകുമായിരുന്നു, കുഴപ്പത്തിലാകുമായിരുന്നു. മനുഷ്യർ കരുതുന്നതാണ് സത്യമെങ്കിൽ. പക്ഷേ പക്ഷെ നാം അവരുടെ അടുക്കൽ അവർക്കുള്ള ഉപദേശം കൊണ്ട് ചെന്നിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ ഉപദേശങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. അല്ലാഹു പറഞ്ഞ തിരിഞ്ഞു കളയൽ നമുക്കുണ്ടോ? ഉപദേശങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? ഒരു ദുരന്തം മാത്രം ഞാൻ പറയാം. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുതിയ കണക്ക് നിങ്ങളൊന്ന് നെറ്റിൽ നോക്കണം. എന്താണെന്നറിയോ? 5 വയസ്സ് പുതിയ HIV ബാധിതരുടെ എണ്ണത്തിൽ 5 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന്. പണ്ട് ഉയർന്ന പ്രായക്കാരെ കുറച്ച് ആളുകൾക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അടുത്ത സംസ്ഥാനങ്ങളിൽ ക്യാമ്പസുകളിൽ പോലും വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2 കാരണങ്ങൾ പറയുന്നുണ്ട് അവർ. ഒന്ന്, സിറിഞ്ച് ഉപയോഗിച്ചുള്ള മയക്കുമരുന്നാണ്.
മറ്റൊന്ന് ഡേറ്റിംഗ് ആപ്പുകളും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ജീവിതവുമാണ്. ഇത് പറയാൻ എളുപ്പം അല്ലെ? അതിൽ നിന്ന് എങ്ങനെ അടുത്ത തലമുറയെ സുരക്ഷിതമാക്കും? സ്വാതന്ത്ര്യത്തെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം അധിനിവേശത്തിന്റെ ചങ്ങലകളാണ് നമ്മൾ പൊട്ടിച്ചെറിയേണ്ടത്. ആരൊക്കെയോ നമ്മുടെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾ. അതുകൊണ്ട് അപകർഷതാബോധം മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂടുതൽ പ്രവേശിക്കുക എന്നതാണ് പരിഹാരമായിട്ടുള്ളത്. ദീനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിച്ചാൽ, ഒരു മാർഗമായി അടുത്ത തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, തെറ്റിന്റെ വഴിയിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ ഈ സന്തോഷത്തിന്റെ ദിനങ്ങളിലും നമുക്കാകും. എന്റെ ഇസ്ലാം എന്ന് പറയാൻ കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നാ കുന്നാ അദല്ല ഖൗം. അദ്ദേഹം ജീവിച്ച 14 നൂറ്റാണ്ട് മുമ്പുള്ള ചരിത്രത്തെ കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്. നാം ഏറ്റവും നിന്ദരായ ജനങ്ങളായിരുന്നു. അതെ, മദ്യം, വ്യഭിചാരം, ചൂതാട്ടം, പലിശ, മാതാവിനെ പോലും വ്യഭിചരിക്കുന്ന കാലഘട്ടം. ഞാൻ വ്യഭിചാരത്തിന് റെഡിയാണെന്ന് പറഞ്ഞൊരു പെണ്ണ് പുരക്ക് മുകളിൽ കൊടി ഉയർത്തിരുന്ന കാലം അല്ലേ? അക്കാലത്തിന്റെ മറ്റൊരു വകഭേദത്തിൽ ജീവിക്കുമ്പോ നമ്മളും ഇസ്ലാമിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അതിനെ തുടർന്ന് ഇസ്ലാം മുഖേന നമുക്ക് പ്രതാപം നൽകിയിരിക്കുന്നു, നമുക്ക് പ്രൗഢി നൽകിയിരിക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, എന്തൊരു വാക്കാ സഹോദരങ്ങളെ! അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിലൂടെ നാം പ്രതാപം തേടിയാൽ അള്ളാഹു വീണ്ടും നിന്ദരാക്കും. മുസ്ലിം ഉമ്മത്തെ, പ്രിയ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ഇസ്ലാം. ആ ഇസ്ലാം ജീവിതത്തിലേക്ക് പകർത്തുമ്പോ, അതിന്റെ സൗന്ദര്യം നാം ആസ്വദിക്കുമ്പോ, അതിന്റെ സൗന്ദര്യവും അതിന്റെ മാധുര്യവും അതിന്റെ സുഗന്ധവും നമ്മിൽ നിന്ന് ഈ നാടിനും കുടുംബത്തിനും ലഭിക്കും. അവരും ആ സുഗന്ധത്തിന്റെ ഉറവകൾ തേടി അവരും ഇസ്ലാമിലേക്ക് വരും. അതുകൊണ്ട് ആ സുഗന്ധത്തിന് തടസ്സം നിൽക്കുന്നവർ നമ്മളായിക്കൂടാ, ആ സൗന്ദര്യത്തിന് തടസ്സം നിൽക്കുന്നവർ നമ്മളായിക്കൂടാ. നമ്മൾ അതിന്റെ പ്രചാരകരും അതിന്റെ പ്രബോധകരുമായി മാറുമ്പോ നാളെയുടെ ലോകം, ഖബറിലെ ജീവിതം എല്ലാം നമുക്ക് സുരക്ഷിതമായിരിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകലമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ ഉടമകളായ നമുക്ക് നിർഭയത്വത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കുവാനുള്ള ഈമാനികമായ ഉറപ്പ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ധാരാളം ആളുകളുണ്ട്, ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയമായവരുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവർക്കും ശിഫ നൽകുമാറാവട്ടെ. അവരുടെ മനക്ലേശങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.